ഡേ 15. ഇന്ന് നമ്മൾ ഒരു Q&A സെഷനാണ് ചെയ്യണം. ഇതിനെപ്പറ്റി ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടേച്ച്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലെ സ്റ്റോറിയിലും ഇതുവരെയുള്ള യൂട്യൂബ് ചാനലിലും എല്ലാവരും ചോദിച്ച സംഭവങ്ങളെല്ലാം കൂടി മിക്സപ്പ് ചെയ്തിട്ടാണ് ഞാൻ ഈ Q&A ഉണ്ടാക്കിയേക്കണം. അതിന് മുമ്പ് നിങ്ങൾ ഡേ 14 വീഡിയോ ചെക്കൗട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട. എന്നു വെച്ചാൽ എൻ്റെ ലാസ്റ്റ് 2 വീക്സിലെ വെയിറ്റ് അപ്ഡേറ്റ്, എൻ്റെ സെക്കൻഡ് വെയിറ്റ് അപ്ഡേറ്റും, പിന്നെ ഞാൻ ഈ 2 ആഴ്ച കൊണ്ട് എത്ര കിലോ വെയിറ്റ് കുറച്ചേക്കണമെന്ന് വല്ലതും അറിയാമോ? അറിയേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ അത് കയറി ചെക്കൗട്ട് ചെയ്തിട്ട് നിങ്ങളുടെ കമൻസും തോട്ട്സും പാസ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ക്യാൻ ഐ ടേക്ക് ലിക്വിഡ് ഡ്യൂറിങ് ഫാസ്റ്റിംഗ് എന്നാണ്. അപ്പോൾ യെസ് യു ക്യാൻ. ഏറ്റവും നല്ലൊരു 0 കാലറി ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ വെള്ളമാണ്. അത് എന്തോരം വേണമെങ്കിലും ടണ്ണ് കണക്കിന് കുടിച്ചോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഉള്ളത് കട്ടൻ ചായയും കട്ടൻ കാപ്പിയും മധുരം കണ്ടുപിടിക്കണത്. യു ക്യാൻ, ബട്ട് ചില സ്ട്രിക്റ്റ് ഡയറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ അവോയ്ഡ് ചെയ്യാറുണ്ട്. 2 കാലറി അല്ലേ, എനിക്കത് വേണ്ട എന്ന് പറഞ്ഞിട്ട്. അതിന് പല ആൾക്കാർക്കും പല ഒപ്പീനിയൻ ആയതുകൊണ്ട് യു ക്യാൻ ഡു ആസ് യു വിഷ്. ഇപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വന്നത് അപ്പോൾ ഞാൻ കോഫി എടുക്കണോ ടീ എടുക്കണോ എന്നുള്ളതാണ്. പേഴ്സണലി അമ്മ ടീ ലവർ, ബട്ട് എന്നാലും ഞാൻ കോഫി എടുക്കാനേ പറയുള്ളൂ. എന്താണെന്ന് വെച്ചാൽ കോഫി കുടിക്കണോണ്ട് നമുക്ക് ആപ്പറ്റൈറ്റ് സെപ്പറേഷൻ ഉണ്ടാകും. അങ്ങനെ പറഞ്ഞാലേ നമുക്ക് വിശപ്പ് കുറവായിരിക്കും, വിശപ്പിനൊരു ശമനം കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തിരി നേരം കൂടുതൽ നമുക്ക് നമ്മുടെ ഫാസ്റ്റിംഗ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഗോട്ട് ഇറ്റ്? തേർഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യണ ഒരു അൺഹെൽത്തി ഹാബിറ്റ് അല്ലേ എന്നാണ് ചോദിച്ചേക്കണം. ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യണതുകൊണ്ട് അങ്ങനെ അൺഹെൽത്തി ആയിട്ട് നിങ്ങൾക്കൊന്നും ആകാൻ പോകണില്ല. ബട്ട് മേക്ക് ഷുവർ നിങ്ങൾ കഴിക്കാൻ പോണ ലഞ്ചും ഡിന്നറിലും നിങ്ങൾക്ക് റിക്വയർഡ് പ്രോട്ടീനും കാലറിയും ഫൈബറും ഫാറ്റും എല്ലാം ഇൻക്ലൂഡഡ് ആണെന്ന്. ഇങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പർട്ടിക്കുലറായിട്ട് ഒരു കുഴപ്പമൊന്നും ഉണ്ടാകില്ല. അപ്പോൾ ഫോർത്ത് വൺ എന്താണെന്ന് വെച്ചാൽ, ക്യാൻ ഐ ടേക്ക് സപ്ലിമെൻറ്റ്സ് വൈൽ ഫാസ്റ്റിംഗ്? യാ യു ക്യാൻ, ബട്ട് ചില സപ്ലിമെൻറ്റ്സ് ലൈക്ക് ഫാറ്റ് സോള്യൂബിൾ വിറ്റമിൻസ് ഉള്ളത് നമ്മൾ എന്തെങ്കിലും ഫാറ്റ് കണ്ടൻ്റ് ഉള്ള സാധനങ്ങൾ കഴിക്കുമ്പോൾ എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ നല്ല അബ്സോർപ്ഷൻ ഉണ്ടാകും. പിന്നെ ചില സപ്ലിമെൻറ്റ് നിങ്ങൾ ഇത് കഴിക്കണമെങ്കിൽ നിങ്ങളുടെ സ്റ്റൊമക്ക് അപ്സെറ്റ്, എംറ്റി സ്റ്റൊമക്കിൽ കഴിക്കണമെങ്കിൽ നിങ്ങളുടെ സ്റ്റൊമക്ക് അപ്സെറ്റ് ആകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഏത് സപ്ലിമെൻ്റാണ് എംറ്റി സ്റ്റൊമക്കിൽ കഴിക്കാൻ പറ്റുന്നത് നോക്കിയെടുത്താൽ നല്ലത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ക്യാൻ ഐ വർക്കൗട്ട് വൈൽ ഫാസ്റ്റിംഗ്? ഈ ഒരു ക്വസ്റ്റ്യനുള്ള ആൻസർ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ രണ്ടാമത്തെ വീഡിയോയിൽ. ഇതിൻ്റെ അർത്ഥം നിങ്ങൾ ആരും എൻ്റെ രണ്ടാമത്തെ വീഡിയോ പ്രോപ്പറായിട്ട് കണ്ടിട്ടില്ല, അതല്ലാണ്ട് എൻ്റെ വീഡിയോ മൊത്തം കാണാറില്ലെന്നാണ് അർത്ഥം. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഞാൻ ക്ലിയർ ആയിട്ട് രണ്ടാമത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കയറി ചെക്കൗട്ട് ചെയ്യാൻ ഇനിയ സമയമുണ്ട്. അപ്പോൾ ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട. നമ്മൾ സിക്സ്ത് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, എന്നെപ്പോലെ ഏതൊരു ജിമ്മിലോട്ട് കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ജിമ്മിലായിട്ട് ചോദിച്ചൊരു സംഭവമാണ്. അതെന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ മസിൽ ലോസ് ഉണ്ടാകുമെന്നാണ് ചോദിച്ചത്. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് മാത്രമല്ല, ഏതൊരു രീതിക്കുള്ള ഒരു വെയിറ്റ് ലോസ് പ്രോഗ്രാം ചെയ്യണമെങ്കിലും നമുക്ക് മസിൽ ലോസ് ഉണ്ടാകും. അത് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് നല്ലോണം പ്രോട്ടീൻ ഇൻടേക്ക് കൂട്ടിയിട്ട് സ്ട്രെങ്തനിങ് ട്രെയിനിങ്ങിൽ ഫോക്കസ് ചെയ്താൽ നമുക്ക് ഇത്തിരിയെങ്കിലും സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും ഈ ഒരു സംഭവം. സെവൻത്ത് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ റൂൾസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചേക്കണം. റൂളായിട്ട് ആകെ പറയുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ ഫാസ്റ്റ് ചെയ്യണ സമയമില്ലേ, അത് 12 മണിക്കൂറാകാം, 16 മണിക്കൂറാകാം, 18 മണിക്കൂറാകാം, 40 മണിക്കൂർ വരെ ആകാം. ഈ ഒരു ടൈം സ്പാനിൽ നമ്മൾ കാലറി ഉള്ള ഒരു സാധനവും കഴിക്കരുത്. ഇത് മാത്രമുള്ള ഒരു റൂള്. 8th ക്വസ്റ്റ്യൻ, ഇത് ഒരു സൂപ്പർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വൈ ഈസ് 16 hours എ മാജിക് നമ്പർ ഫോർ ഫാസ്റ്റിംഗ്? ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ IF മെത്തേഡിൻ്റെ 16/8 എന്നുള്ളൊരു മെത്തേഡാണ് ഇതിൽ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യനിലുള്ള ചോദിച്ചേക്കുന്നത് സംഭവം. അപ്പോൾ ആ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ 16 മണിക്കൂർ ഫാസ്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള 8 മണിക്കൂർ ഭക്ഷണം കഴിക്കുന്നതാണ് ഈ 16/8 എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. അപ്പോൾ ഈ 8 മണിക്കൂർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്രയും മീലുകൾ നിങ്ങൾക്ക് കൺസ്യൂം ചെയ്യാം. 1 ആകാം, 2 ആകാം, 3 ആകാം, 3 കൂടുതലാകാം, 4, 5, 6, 7, 8 അങ്ങനെ. അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കാലറി ഡെഫിസിറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. കാലറി ഡെഫിസിറ്റ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ എല്ലാവരും ഇതിലോട്ട് മെജോറിറ്റി ഓപ്റ്റ് ചെയ്യാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു രാത്രി ഒരു 8 മണിക്ക് ഭക്ഷണം കഴിച്ച് തീർക്കണേ. അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഫാസ്റ്റിംഗ് പീരീഡ് കിടക്കണ വരെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് കിടന്ന് മാക്സിമം നമ്മുടെ ഫാസ്റ്റിംഗ് ഉറങ്ങി തീർക്കണേയിരിക്കും. ഉറങ്ങി തീർക്കണ നിങ്ങൾ എണ്ണയ്ക്കുന്ന സമയം തുടങ്ങി ഒരു 12 മണി 12:30 വരെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഫാസ്റ്റിംഗ് ആയി 16 മണിക്കൂറിൻ്റെ ഫാസ്റ്റിംഗ് തീർന്നു ഗൈസ്.
ഇത്രയേ ഉള്ളൂ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്. 9th വൺ. അപ്പം 9th വണ്ണിൽ ചോദിച്ചിരിക്കുന്നത് 12 മണിക്കൂർ ഫാസ്റ്റ് ചെയ്യുന്നത് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ്. ഇത് കൂടുതൽ ആൾക്കാർ ചെയ്യാറുള്ളത് തന്നെയാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇത് ഫോളോ ചെയ്യുന്നത് ഈ മിഡ് നൈറ്റ് സ്റ്റാക്കിംഗ് ഹാബിറ്റ്, മീൻസ് രാത്രി പാതിരാത്രിക്കൊക്കെ വല്ല സ്നാക്സ് കഴിക്കുന്ന ഹാബിറ്റ് ഉള്ള ആൾക്കാർക്ക് ഇത് ചെയ്താൽ അവർക്ക് തന്നെത്താൻ ഒരു റെസ്ട്രിക്ഷൻ വരും. ഈ പാറ്റേൺ എങ്ങനെയാണ് ഫോളോ ചെയ്യണമെന്ന് വെച്ചാൽ രാത്രി 8 മണി തുടങ്ങി രാവിലെ 8 മണി വരെ ആയിരിക്കും നമ്മൾ ഫാസ്റ്റിംഗ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ സമയത്ത് അവരൊന്നും കഴിക്കാത്ത കൊണ്ട് ഈ ഒരു പർട്ടിക്കുലർ ഹാബിറ്റ് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ എത്ര മണിക്കൂർ ഫാസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ എത്ര മണിക്കൂർ ഫാസ്റ്റിംഗ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ്. അത് ഞാൻ 7th ക്വസ്റ്റ്യനിൽ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു. ഒരു 12 തുടങ്ങി നമുക്ക് സ്റ്റാർട്ട് ചെയ്യുക, ഒരു 12 മണിക്കൂർ തുടങ്ങി പിന്നെ പോകെ അത് 16 മണിക്കൂറും 18 മണിക്കൂറായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. നിങ്ങളുടെ ഒരു കപ്പാസിറ്റി ഇതിനേക്കാളും കൂടുതലാണെങ്കിൽ 40 മണിക്കൂർ വരെയും ചെയ്യാം. ബട്ട് 40 മണിക്കൂറൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഡോക്ടറിൻ്റെ അടുത്ത് കൺസൾട്ട് ചെയ്ത് അതെങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കണമെന്ന് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ തംസപ്പ് ഒരെണ്ണം തരാൻ മറക്കണ്ട. പിന്നെ എന്താണ് എന്നെ സർപ്രൈസ് ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ 2 ആഴ്ചത്തെ വെയിറ്റ് അപ്ഡേറ്റ് കാണാനും മറക്കണ്ട കേട്ടോ. സോ ആസ് ഐ ഓൾവേസ് സേ, സ്റ്റേ ട്യൂൺ ആൻഡ് സീ യു സൂൺ. ബൈ.